ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കുറച്ച് സാരീസാണ്. അതിൻ്റെ അകത്ത് മെഷീൻ എംബ്രോയിഡറി അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറി സാരീസുമാണ് നമ്മൾ കാണുന്നത്. ഇന്ന് 5 സാരീസാണ് കാണുന്നത്. അതിൽ 3 ചന്തേരി സിൽക്കും 2 ആർട്ട് സിൽക്കുമാണ്. അപ്പം ആർക്കെങ്കിലും ഇപ്പോൾ ഓണമൊക്കെയാണ്, ഫെസ്റ്റീവ് സീസണാണ്, ആർക്കെങ്കിലും ട്രിവാൻഡ്രം സാരീസ് അല്ലെങ്കിൽ കേരള സാരീസ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് റീസണബിൾ റേറ്റിൽ എന്നാൽ കാണാൻ നല്ല ഭംഗിയിലുള്ള സാരീസാണ്. അപ്പം വളരെ 849 റുപ്പീസിന് സ്റ്റാർട്ട് ചെയ്യുന്ന സാരി ഉണ്ട്. അതുപോലെ തന്നെ 1999 റുപ്പീസിൻ്റെ വരെയുള്ള സാരീസാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ആർട്ട് സിൽക്ക് സാരിയാണ്. അതിൻ്റെ അകത്ത് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. ഇന്ന് കാണിക്കുന്ന എല്ലാ സാരീസും തന്നെ വിത്ത് ബ്ലൗസ് പീസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ബോട്ടിൽ ഗ്രീൻ സാരി. ഇത് മുന്താണിയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. കാണുന്ന പോർഷനിൽ മുന്താണിയിൽ നിറഞ്ഞു കൊടുക്കുമ്പോൾ കാണുന്ന പോർഷനിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് ലേസി ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരുന്നത്. ഇതാണ് ലേസി ഡിസൈനിങ് ആണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഓറഞ്ച് കളർ ആൻഡ് ഗ്രീൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം മുന്താണിയിലൊരു ഡിസൈൻ ഉണ്ട്, റണ്ണിങ് പോർഷനിലൊരു ഡിസൈൻ ഉണ്ട് ഇതുപോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ 3 ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലത്തെ 3 ഡിസൈൻ ആയിരിക്കും ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ വരുന്നത്. ഷോൾഡർ പ്ലീറ്റിലാണ്, ചെസ്റ്റ് പോർഷനിലല്ല. ഞാനിപ്പോൾ വെച്ച് കാണിക്കുമ്പോൾ ചെസ്റ്റാണ് നമുക്ക് കാണുന്നത്. പക്ഷെ ഷോൾഡർ പ്ലീറ്റിലാണ് ഈ വർക്ക്. മിനിമം വർക്കേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ ഡിസൈൻ. ഇതിൻ്റെ അകത്ത് 3 ഫ്രണ്ടിൽ റണ്ണിങ് പോർഷനിലൊരു ഡിസൈൻ, അതുപോലെ തന്നെ മുന്താണിയുടെ കാണുന്ന പോർഷനിൽ ഒരു ഡിസൈൻ. ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. ഓറഞ്ച് കളർ ബ്ലൗസ് പീസാണ്. ആർട്ട് സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. ഇതിൻ്റെ റേറ്റ് 849 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു കോഫി ബ്രൗൺ, മെറൂണിഷ് കോഫി ബ്രൗൺ കളർ ഒരു ആർട്ട് സിൽക്ക് സാരിയാണ്. അതിൻ്റെ അകത്ത് ഓഫ് വൈറ്റ് കളർ ത്രെഡും കൊണ്ട് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ഫ്ലവേഴ്സിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നടുക്ക് ബീഡ്സും സ്റ്റെം സ്റ്റിച്ചും ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്പ്രെഡായിട്ട് കിടക്കുന്ന ഒരു ഡിസൈനാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസപ്പ് വ്യൂ വരുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ബീഡുമാണ് നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. എല്ലാ സ്റ്റെമ്മിൻ്റെയും ഇടയിൽ കൂടെ ബീഡുണ്ട്. അതുപോലെ തന്നെ അറ്റത്തിൽ ഒരു കുഞ്ഞു പൂവിൻ്റെ ഷേപ്പിൽ നമ്മൾ ബീഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയുടെ ഒരു വശത്ത് വരുന്നത്. മറുവശത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു പോർഷനാണ്. ഇത് അരികടിച്ചിരിക്കുന്നതാണ്. ഇത് ക്രോസ് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഈ സാരിയുടെ അരിക്. ഇങ്ങനെയുള്ള ഒരു ഡിസൈനാണ് മറുവശത്ത് മുന്താണിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റണ്ണിങ് പോർഷനിലെ ഡിസൈൻ ഇല്ല. നേരെ വന്നിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലോട്ടും ചെസ്റ്റിലുമാണ് ഡിസൈൻ. ഇതിൻ്റെ ഷോൾഡർ പ്ലീറ്റിലും ചെസ്റ്റിലും ഡിസൈൻ വരുന്നുണ്ട്. ഇപ്പോൾ ചെസ്റ്റിലാണെങ്കിൽ അഴിച്ചിടുവാണെങ്കിൽ ഇങ്ങനെ വരും ഡിസൈനിങ്. ഞെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വലിയ ഡിസൈൻ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഞെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇങ്ങനെയായിരിക്കും ഷോൾഡറിൽ വരുന്ന ഡിസൈൻ. ഞെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആയിരിക്കും ഷോൾഡറിൽ വരുന്നത്. അഴിച്ചിടുവാണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു 3 ഡിസൈൻ ആണ് ഇങ്ങനെ വരുന്നത്. ചെസ്റ്റിൻ്റെ അവിടെ ഇതുപോലെ 3 ഡിസൈനാണ് ചെസ്റ്റിൻ്റെ അവിടെ വരുന്നത്. അപ്പോൾ അഴിച്ചിടാനും പറ്റും, അതുപോലെ തന്നെ ഞെറിഞ്ഞിട്ടാലും നല്ല ഭംഗിയിൽ വരുന്ന ബീഡ് വർക്കും എല്ലാം ചെയ്തിരിക്കുന്നതാണ്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. ഇങ്ങനെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ കാലിൻ്റെ അവിടെ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇതുപോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് ചെസ്റ്റിൽ വരുന്ന ഡിസൈൻ. നമ്മുടെ ഷോൾഡർ പ്ലീറ്റിൽ മാത്രമാണ് വലുതായിട്ട് ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഷോൾഡറിലും അതുപോലെ തന്നെ മുന്താണിയുടെ ഒരു വശത്തുമാണ് നല്ല ഹെവി ആയിട്ട് നമ്മൾ ബീഡും എല്ലാം കൂടെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഷോൾഡറിൽ വരുന്ന ഡിസൈൻ വരുന്നത്. ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ബീഡ്സ് എല്ലാം നടുക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെംസിൻ്റെ ഇടയിൽ കൂടെയും ബീഡ്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ക്ലോസപ്പ് വ്യൂ. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. സെയിം കളർ ബ്ലൗസ് പീസ് തന്നെയാണ് ഇതിന് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ സ്ലീവിൽ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഡിസൈനും വന്നിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1599 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതൊരു ചന്തേരി സാരിയാണ്. ചന്തേരി സാരിയിൽ ഇതുപോലെ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ബോർഡേഴ്സ് കട്ട് വർക്ക് പോലെ വരുന്ന രീതിയിൽ മെഷീൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഞെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ 2 സൈഡിൽ ഇതുപോലത്തെ ഇതുണ്ട്, വർക്ക് ഉണ്ട്.
ഇതുവരെ ആയിരിക്കും വർക്ക് വരുന്നത്. 2 സൈഡിലും ഇതുവരെ വർക്ക് ഉണ്ട്. അഴിച്ചിടുവാണെങ്കിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇതിൻ്റെ അകത്ത് റോയൽ ബ്ലൂ കളറിൻ്റെ അകത്ത് ഡാർക്ക് ബ്ലൂവിൻ്റെ അകത്ത് വൈറ്റ് ഷെയ്ഡും കൊണ്ട് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടുക്കാവുന്ന രീതിയിലാണ്. 2 സൈഡിൽ ഇതുപോലെ തന്നെ ഇങ്ങനെയാണ് ഉടുത്താൽ വരുന്ന വ്യൂ. അഴിച്ചിട്ടാൽ ഞെറിഞ്ഞുടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ തന്നെ ഇത് അഴിച്ചിട്ടായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഞെറിഞ്ഞുടുക്കുന്നേക്കാളും എന്ന് എനിക്ക് തോന്നുന്നു, പാർട്ടി വെയർ ആയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് നമ്മൾ ഉടുക്കത്തില്ല, ആ രീതിയിൽ ഉടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. എന്ന് വെച്ചാൽ 2 സൈഡിലെയും വർക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ രീതിയിൽ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. സെയിം കളർ ബ്ലൗസ് മെറ്റീരിയൽ ചന്തേരി സിൽക്കിൻ്റെ ബ്ലൗസ് പീസ് തന്നെയാണ്. സ്ലീവിലും നല്ല ഹെവി വർക്ക് ഉണ്ട്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1999 ആണ്. ഈ ഫുൾ സാരി ബോർഡറിൽ 2 സൈഡിലും ഫുള്ളും ഇതുപോലത്തെ വർക്കാണ് വരുന്നത്. മെഷീൻ എംബ്രോയ്ഡറി ആണ്. റോയൽ ബ്ലൂ കളറിൽ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിനകത്ത് വൈറ്റ് ത്രെഡ് വെച്ചിട്ടാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ സെയിം തന്നെ വേറൊരു കളർ വേരിയേഷനാണ് ഇത് വരുന്നത്. ലാവൻഡർ ഷെയ്ഡാണ് ഇത് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ സെയിം തിങ് ആണ്. എന്ന് വെച്ചാൽ 2 ബോർഡറിൽ ഇതുപോലെ തന്നെ വർക്ക് വന്നിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഉടുക്കുമ്പം ഇതിൻ്റെ മുന്താണിയിലും അങ്ങോട്ട് ക്രോസ് ആയിട്ട് ഫുള്ളും വർക്കാണ്. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇതിൻ്റെ മുന്താണി ആണെങ്കിലും നമുക്ക് കാണാമല്ലോ, ഫുള്ളും ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇതൊരു പാർട്ടി വെയർ ആയിട്ട് ഉടുക്കാവുന്നതാണ്. നല്ലൊരു കളറുമാണ്. കളർ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാവർക്കും ചേരുന്ന ഒരു കളറൊക്കെയാണ്. ഈ ഒരു കളറിൽ പറഞ്ഞാൽ കണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഒരു പാർട്ടിക്ക് ഉടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഓർണമെൻറ്റ്സും ബ്ലൗസ് ആണെങ്കിലും സ്റ്റൈലിലൊക്കെ നല്ല തയ്ക്കുവാണ്. വൈറ്റ് നെക്കായിട്ട് ബ്ലൗസിൻ്റെ സ്ലീവിൽ ഇതുപോലെ തന്നെ എംബ്രോയ്ഡറിങ് വരുമ്പോൾ നല്ല ഭംഗിയൊരു പാർട്ടി വെയർ ആയിട്ട് മിനി പാർട്ടി അല്ലെങ്കിൽ നല്ല പാർട്ടിക്കൊക്കെ കൊടുക്കാവുന്ന മെറ്റീരിയൽ ചന്തേരി സിൽക്കാണ്. റേറ്റ് 1999 ഉള്ളൂ. വളരെ ചീപ്പ് റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ആ റേറ്റിൽ 1999 റേറ്റിൽ ഇത് വളരെ നല്ലൊരു സാരിയാണ്. അടുത്തത് ഈ ഒരു ചന്തേരി സിൽക്കിൻ്റെ പാരറ്റ് ഗ്രീൻ കളറാണ് ഇതിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് പിങ്കിഷ് പീച്ച് ഷെയ്ഡ് വെച്ചിട്ട് ഫുള്ളും എംബ്രോയ്ഡറി ചെയ്തിരിക്കുക. ഫുൾ ബോഡിയിൽ ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി വന്നിരിക്കുക. ലൈറ്റിൻ്റെ ഇത് കാരണം ഗ്ലെയർ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്ന മെറ്റീരിയലിൽ. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ ബോഡി, ഫുൾ മുന്താണി എല്ലാം ഫുൾ പോർഷനിൽ ഇതുപോലെ തന്നെ വർക്ക് പോവുകയാണ്. ഇതാണെങ്കിലും അഴിച്ചിട്ട് അതിൻ്റെ ബോട്ടം പോർഷനിൽ കാണുന്ന പോർഷനിൽ ഫുള്ളും വർക്ക്, അത് കഴിഞ്ഞിട്ട് മേളിലോട്ട് പ്ലെയിൻ ആയിട്ട് അങ്ങനെയാണ് വരുന്നത്. ഇതും ഇതുപോലെയാണ് വർക്ക് വരുന്നത്. അതിന് സൂം ചെയ്തിട്ടുള്ള വീഡിയോ ഇതാണ്. ഇതിൻ്റെ ഡിസൈനിങ് ഇങ്ങനെയാണ് വരുന്നത്. വളരെ നല്ലൊരു കളർ കോമ്പിനേഷനാണ്. പാരറ്റ് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഷെയ്ഡാണ്. പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കളർ ഷെയ്ഡൊന്നുമല്ല. അപ്പോൾ ഇത് അഴിച്ചിടുകയും ചെയ്യാം, അതുപോലെ തന്നെ ഞെറിഞ്ഞുകൊടുത്താലും നല്ലതാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിലും ഇതുപോലെ തന്നെ ബോട്ടം പോർഷനിൽ ഫുള്ളും ഇല്ല, ഫുൾ സ്ലീവിലും ഇല്ല, എന്ന് വെച്ചാൽ ഫുൾ പോർഷനിലും അല്ല, താഴത്തെ ഒരു പോർഷനിലും മാത്രമായിട്ട് ലൈനായിട്ട് ഇതുപോലെ ആയിരിക്കും. സ്ലീവിൻ്റെ താഴത്തെ കൂടെയാണ് ഇങ്ങനെ ഡിസൈൻ പോകുന്നത്. അപ്പം ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റും 1999 ആണ്. പിന്നെ നമ്മൾ 5 സാരീസാണ് കണ്ടത്. 3 ചന്തേരി സിൽക്ക്, 2 സെയിം കളർ ഡിസൈൻ, കളർ വ്യത്യാസം. ഇത് വേറൊരു കളർ ഫുൾ ബോഡി വർക്ക് ആയിട്ടുള്ളത്. ഗ്രീൻ ആൻഡ് പിങ്ക് ഷെയ്ഡാണ്. വളരെ ലൈറ്റ് ഷെയ്ഡാണ്. പ്രൊജക്റ്റ് ചെയ്തൊട്ടും നിൽക്കുന്ന കളർ ഷെയ്ഡ്സ് അല്ല ഇതൊന്നും. പിന്നെ കണ്ടത് 2 ആർട്ട് സിൽക്കാണ്. ഒന്ന് ബോട്ടിൽ ഗ്രീനും ഒന്ന് കോഫി ബ്രൗണുമാണ്. അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏത് സാരിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. വളരെ ചീപ്പ് റേറ്റിലുള്ള സാരീസാണ്. എന്നാൽ അതിൻ്റേതായ ആ റേറ്റിന് വർത്തായിട്ടുള്ള സാരീസാണ് എല്ലാം തന്നെ നമ്മൾ ഇന്ന് കണ്ടത്. അപ്പം ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.